സീമ കുളിക്കാൻ ബാത്റൂമിൽ കയറി വാതിലടച്ചു. നൈറ്റി ഊരി മാറ്റി ഷവർ ഓൺ ചെയ്തു. തന്റെ അർദ്ധനഗ്നമായ ശരീരത്തിലേക്ക് മഴ പെയ്യും പോലെ വെള്ളം വീണപ്പോൾ ചൂടിൽ നിന്നും തെല്ലൊരാശ്വാസം കിട്ടിയതുപോലെ സീമയ്ക്ക് തോന്നി. നനഞ്ഞ മുടി ഒതുക്കി വെച്ച് സീമ മുഖം ഷെവറിന് നേരെ പിടിച്ചു. കുറച്ചുനേരം വെള്ളം മുഖത്തേക്ക് വീണപ്പോൾ സീമ ഷെവർ നിർത്തി. കൈകൊണ്ട് തുടച്ച് മുഖത്തെ വെള്ളം കളഞ്ഞു. മുഖം തുടച്ചു കഴിഞ്ഞപ്പോൾ ഷെവറിനടുത്ത് ചുമരിൽ എന്തോ കറുത്ത ഒരു സാധനം പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ സീമയ്ക്ക് തോന്നി. എന്താത്? വണ്ടാണോ? സീമ കുറച്ച് വെള്ളമെടുത്ത് ആ സാധനത്തിന്റെ മേലെ ഒഴിച്ചു. വണ്ടല്ലല്ലോ. വണ്ടാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ പറന്നു പോകേണ്ടതല്ലേ? ചുമരിൽ ഇന്നലെ വരെ ഇല്ലാത്തതാണല്ലോ. ഇന്നീ സാധനം എവിടുന്ന് വന്നു? സീമ ആശങ്കപ്പെട്ടു. ബാത്റൂം കഴുകുന്ന ബ്രഷ് എടുത്ത് സീമ ആ സാധനത്തെ താഴേക്ക് തള്ളിയിട്ടു. അതെന്താണെന്നറിയാൻ സീമ കയ്യിലെടുത്ത് നോക്കി. അയ്യോ, ഒളിക്യാമറ എന്ന് പറഞ്ഞു ഉറക്കെ കരഞ്ഞുകൊണ്ട് സീമ ആ ചെറിയ ക്യാമറയെ ബക്കറ്റിലെ വെള്ളത്തിലേക്കിട്ടു. വേഗം തോർത്തെടുത്ത് ശരീരമെല്ലാം തുടച്ച് മുടി തുവർത്തി കെട്ടിവെച്ച് നൈറ്റി എടുത്ത് ധരിച്ചു. വിറയ്ക്കുന്ന കൈകൊണ്ട് ബക്കറ്റിൽ കിടക്കുന്ന ആ ചെറിയ ക്യാമറ എടുത്തു. ശരിക്കും പരിശോധിച്ചപ്പോൾ ക്യാമറയുടെ പുറകിൽ ഒരു സ്വിച്ച് കണ്ടു. സീമ ആ സ്വിച്ച് ഓഫ് ചെയ്തു. സീമ വേഗം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്ന് തൻ്റെ മൊബൈൽ എടുത്ത് നെറ്റ് ഓൺ ചെയ്തു. ആ ക്യാമറയിൽ എഴുതിയിരിക്കുന്ന മോഡൽ നമ്പർ ഗൂഗിൾ ക്രോമിൽ അടിച്ചു. പെട്ടെന്ന് തന്നെ ആ ക്യാമറയുടെ വിശദവിവരങ്ങൾ മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞു. ഹോ, രക്ഷപ്പെട്ടു. മെമ്മറി കാർഡ് സ്റ്റോർ ചെയ്യുന്ന ഓപ്ഷൻ മാത്രമേ ഈ ക്യാമറയിലുള്ളൂ. അതുകൊണ്ട് ആരും ലൈവായി കണ്ടിട്ടുണ്ടാവുകയില്ല. സീമ സമാധാനത്തോടെ കട്ടിലിൽ കയറി കണ്ണുകൾ അടച്ചു കിടന്നു. പെട്ടെന്ന് തന്നെ സീമ ചാടി എഴുന്നേറ്റു. ആകെ വിയർത്തൊലിച്ചു. എന്നെക്കാൾ മുമ്പ് നയനമോൾ കുളിക്കാൻ കയറിയതാണല്ലോ. അവളിത് കണ്ടില്ലേ? ഈശ്വര, ആരായിരിക്കും ഈ ക്യാമറ ബാത്റൂമിൽ വെച്ചത്? സീമയുടെ ചിന്തകൾ മരവിക്കാൻ തുടങ്ങി. സീമ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയാണ്. +2 പഠിക്കുന്ന നന്ദുവും ഡിഗ്രിക്ക് പഠിക്കുന്ന നയനയുമാണ് അവരുടെ മക്കൾ. ആ വീട്ടിൽ അവർ 3 പേരും മാത്രമേ ഉള്ളൂ. വർഷത്തിൽ 2 മാസം ഭർത്താവ് ഷാജു നാട്ടിലുണ്ടാകും. സ്വന്തം അമ്മയുടെ നഗ്നചിത്രങ്ങൾ മൊബൈലിൽ പകർത്തി കൂട്ടുകാരെ കാണിച്ചു കൊടുത്ത ഒരു മകനെക്കുറിച്ച് എവിടെയോ വായിച്ചത് സീമ ഓർത്തു. സീമയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നു. തൻ്റെ മകൻ നന്ദു അങ്ങനെ ചെയ്യില്ല. അവൻ ചെറിയ കുട്ടിയാണ്. അവൻ ഇതൊന്നും അറിയില്ല. സീമ സ്വയം സമാധാനിച്ചു. അല്ലെങ്കിൽ നന്ദു വരുമ്പോൾ അവനോട് ചോദിച്ചാലോ? വേണ്ട. അവനാണെങ്കിലും അല്ലെങ്കിലും അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. സീമ ഒരു തീരുമാനമെടുക്കാനാകാതെ വിഷമിച്ചു. എന്നാൽ ഭർത്താവിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞാലോ? വേണ്ട. എന്തിനാ ഷാജുവേട്ടനെ വെറുതെ ടെൻഷനാക്കുന്നത്? സീമ കുറേ നേരം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അവസാനം ഭർത്താവിനെ വിളിച്ച് പറയുവാൻ തന്നെ തീരുമാനിച്ചു. ഇതൊരു നിസ്സാര കാര്യമല്ല. ഇത് കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങൾ 3 ആൾ മാത്രം താമസിക്കുന്ന നമ്മുടെ വീട്ടിലെ ബാത്റൂമിൽ ക്യാമറ വെച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ എമർജൻസി ലീവ് എടുത്ത് 2 ദിവസത്തിനുള്ളിൽ വരാം. ഞാൻ വരുന്നത് വരെ ഇക്കാര്യം ആരോടും പറയരുത്. നന്ദുമോനോട് ഇക്കാര്യത്തെപ്പറ്റി ഒന്നും ചോദിക്കരുത്. നയനമോളോട് കാര്യങ്ങൾ പറയുക. നീയും നയനമോളും നന്ദുമോനെ നിരീക്ഷിക്കുക. ഈ ക്യാമറയുമായി ബന്ധപ്പെട്ട് അവൻ്റെ പെരുമാറ്റത്തിലോ സംസാരത്തിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് മാത്രം നോക്കുക. അങ്ങനെ ഉണ്ടായാലും അവനോട് ദേഷ്യപ്പെടാതിരിക്കുക. ഞാൻ 2 ദിവസത്തിനുള്ളിലെത്താം. ഇത്രയും പറഞ്ഞ് ഷാജു ഫോൺ കട്ട് ചെയ്തു. നയനമോൾ കോളേജിൽ നിന്ന് വന്നപ്പോൾ സീമ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഒരു ഞെട്ടലോടെയാണ് നയനമോൾ സീമ പറഞ്ഞതെല്ലാം കേട്ടത്. നമ്മുടെ നന്ദുമോൻ അങ്ങനെ ചെയ്യില്ലമ്മേ. അവൻ ചെറിയ കുട്ടിയല്ലേ. എന്നാലും ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ബോധവും ഇല്ലാത്ത കാലമാണ്. എന്തായാലും അച്ഛൻ വരട്ടെ. ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അല്പം ഭയത്തോടെ നയന പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഷാജു എത്തി. ഷാജു വന്ന ദിവസം നന്ദുവിനെയും നയനയെയും ക്ലാസ്സിൽ വിട്ടില്ല. വളരെ സമാധാനപരമായി ഷാജുവും സീമയും നയനയും കൂടി നന്ദുവിനോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാനല്ലച്ചാ, ഞാനല്ലമ്മേ ഇത് ചെയ്തത്. എനിക്കിതേപ്പറ്റി ഒന്നും അറിയത്തില്ല. നന്ദു കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആദ്യം സമാധാനത്തോടെയും പിന്നെ ദേഷ്യത്തോടെയും തല്ലിയും ചോദിച്ചിട്ടും നന്ദു ഇത് തന്നെയാണ് പറഞ്ഞത്. പിറ്റേ ദിവസം നന്ദുമോൻ ക്ലാസ്സിൽ പോയി. നയനമോൾക്ക് ചെറിയ പനി. ഷാജു മകളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരും വഴി അവർ ചായ കുടിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന പറഞ്ഞു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ, പറയൂ. ഞാൻ പറയുന്നത് കേട്ട് അച്ഛൻ വിഷമിക്കരുത്, ദേഷ്യപ്പെടരുത്. വിവേകപരമായി ചിന്തിച്ച് തീരുമാനമെടുക്കണം. മോള് പറഞ്ഞോളൂ. ഞാൻ ദേഷ്യപ്പെടില്ല, വിഷമിക്കില്ല. ഷാജു മകൾക്ക് ഉറപ്പ് കൊടുത്തു. അമ്മയ്ക്കൊരാളുമായി അടുപ്പമുണ്ടച്ചാ. നയനയുടെ ഈ വാക്കുകൾ കേട്ടതും ഷാജുവിന് തല കറങ്ങുന്നത് പോലെ തോന്നി. ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരാൾ ഇറങ്ങിപ്പോകുന്നത് പല ദിവസങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണ് അയാൾ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും പറയാറില്ല. അയാൾ മിക്കവാറും രാത്രിയിൽ മതിൽ ചാടി നമ്മുടെ പറമ്പിൽ കടന്ന് അമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നും എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ ഞാൻ കുളിക്കുന്നത് വീഡിയോ പിടിക്കാൻ
അയാളാകും നമ്മുടെ കുളിമുറിയിൽ ക്യാമറ വെച്ചത്. നയനെ ഇത്രയും പറഞ്ഞ് മുഴുവിപ്പിക്കും മുമ്പേ ഷാജു റെസ്റ്റോറൻറ്റിൽ നിന്നും ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെത്തിയതും ഷാജു ദേഷ്യത്തോടെ ബാഗെടുത്ത് അതിൽ കുറച്ച് വസ്ത്രങ്ങളെടുത്ത്, ചേട്ടാ എങ്ങോട്ടാ പോകുന്നത്? സീമയുടെ ആ ചോദ്യത്തിന് മറുപടിയായി സീമയുടെ ചെകിട്ടത്ത് ഷാജു ആഞ്ഞടിച്ചു. എന്നെ ചതിച്ചു അല്ലേ നീ? ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഷാജു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ ഉണ്ടായത് എന്ന് സീമയും നന്ദുവും എത്ര ചോദിച്ചിട്ടും നയന ഒന്നും പറഞ്ഞില്ല. അവൾ മുറിയിൽ കയറി വാതിലടച്ചു. സീമയും നന്ദുവും ഒന്നും മനസ്സിലാകാതെ വിഷമിച്ചു നിന്നു. അന്ന് രാത്രി 10 മണിയായപ്പോൾ ഷാജു വീട്ടിലേക്ക് തിരിച്ചു വന്നു. ആരും അറിയാതെ വിറകുപുരയിൽ പതുങ്ങിയിരുന്നു. എന്തായാലും നയനമോൾ പറഞ്ഞതുപോലെ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവനെ പിടിക്കണം. ഷാജു തീരുമാനിച്ചു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ മതിൽ ചാടുന്നത് ഷാജു കണ്ടു. ഷാജുവിൽ ഭയവും ദേഷ്യവും വർദ്ധിച്ചു. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ അയാൾ സീമയുടെ മുറിയുടെ ജനലരികിലെത്തി. ചെന്ന് പിടിച്ചാലോ? വേണ്ട. ഒച്ചയും ബഹളവും ഉണ്ടായാൽ നാണക്കേട് തനിക്ക് തന്നെയാണ്. ഷാജു സ്വയം നിയന്ത്രിച്ച് അയാളുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചു. അയാൾ അവിടെ നിന്ന് കുറച്ചുകൂടി മുൻപോട്ട് നടന്ന് അടുത്ത മുറിയുടെ ജനലരികിൽ ചെന്നു. ആ മുറിയിൽ ജനൽ അയാൾക്കായി തുറക്കപ്പെട്ടു. ഷാജു ഞെട്ടിപ്പോയി. തൻ്റെ മകൾ നയനയാണ് അയാൾക്ക് വേണ്ടി മുറിയുടെ ജനൽ തുറന്നത്. 1 മിനിറ്റിനുള്ളിൽ ജനൽ അടഞ്ഞു. അയാൾ മതിൽ ചാടിക്കടന്ന് റോഡിലൂടെ എങ്ങോട്ടോ നടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഷാജുവിൻ്റെ വീട്ടിലേക്ക് ഷാജുവിനോടൊപ്പം പോലീസ് വന്നു. പോലീസിനെ കണ്ടതും സീമയും നന്ദുവും നയനയും ഭയന്നു. നയനയോട് കുറച്ചു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സത്യസന്ധമായി ഉത്തരങ്ങൾ പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. SI നയനയോട് പറഞ്ഞു. നയന ഭയന്ന് കരയാൻ തുടങ്ങി. ആർക്കാണ് നയന ഇന്നലെ ജനൽ തുറന്നു കൊടുത്തത്? SIയുടെ ചോദ്യം കേട്ട നയന അമ്പരന്നു. ആർക്കു വേണ്ടി ഞാൻ ജനൽ തുറന്നില്ല സാർ. നയന നുണ പറയരുത്. നയനയുടെ അച്ഛൻ ദൃക്സാക്ഷിയാണ്. പറയൂ കുട്ടി, ആർക്കു വേണ്ടിയാണ്? എൻ്റെ കാമുകന് വേണ്ടിയാണ്. ഇനി നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നറിഞ്ഞ നയന SIക്ക് മറുപടി കൊടുത്തു. എന്താണ് അവൻ്റെ പേര്? ശ്യാം. അവൻ്റെ മൊബൈൽ നമ്പർ തരൂ. നയന മനസ്സില്ലാ മനസ്സോടെ ശ്യാമിൻ്റെ നമ്പർ SIക്ക് കൊടുത്തു. SI ആ നമ്പർ കോൺസ്റ്റബിളിന് കൊടുത്തു. കോൺസ്റ്റബിൾ ആ നമ്പറുമായി വീടിന് പുറത്തേക്ക് പോയി. എന്തിനാണ് ശ്യാം നയനയെ കാണാൻ രാത്രി വന്നത്? ക്യാമറ വാങ്ങാൻ. ഏത് ക്യാമറ? ഞങ്ങളുടെ കുളിമുറിയിൽ നിന്ന് അമ്മയ്ക്ക് കിട്ടിയ ക്യാമറ. ആ ക്യാമറ കുളിമുറിയിൽ വെച്ചത് നയനയാണോ? അതെ. എന്തിന്? അമ്മ കുളിക്കുന്നത് പകർത്തി ശ്യാമിന് കൊടുക്കാൻ. ശേ കുട്ടി, താങ്കൾ ചെയ്തത് എത്ര മോശമായ കാര്യമാണെന്ന് അറിയോ? സ്വന്തം അമ്മയുടെ നഗ്ന ശരീരം കാമുകന് വേണ്ടി വീഡിയോയിൽ പകർത്തുക. കഷ്ടം. നയനയുടെ വാക്കുകൾ കേട്ട് ഷാജുവും സീമയും ഷോക്കേറ്റ പോലെയായി. നയന പൊട്ടിക്കരഞ്ഞു. സാറേ, ശ്യാമിനെ പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തിനാണ് നീ അവനെ പേടിക്കുന്നത്? ഞാനും ശ്യാമും കുറേ സ്ഥലങ്ങളിൽ കറങ്ങാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ മൊബൈലിൽ എൻ്റെയും അവൻ്റെയും പലതരത്തിലുള്ള ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. അമ്മയുടെ വീഡിയോ എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ ഫോട്ടോകൾ വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കൂ എന്നവൻ ഭീഷണിപ്പെടുത്തി. അതാണ് ഞാനങ്ങനെ ചെയ്തത്. നയന ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. എന്തിനാ മോളെ നീ അമ്മയ്ക്ക് ഒരാളുമായി അടുപ്പമുണ്ടെന്ന് പറഞ്ഞത്? ഷാജുവിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാജുവിൻ്റെ കാൽക്കൽ വീണു. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. എൻ്റെ തെറ്റുകൾ അച്ഛൻ്റെ മുൻപിൽ മറയ്ക്കാൻ ഞാൻ അമ്മയെ അനാവശ്യമായി കുറ്റപ്പെടുത്തിയതാണ്. ഷാജു മകളെ എഴുന്നേൽപ്പിച്ച് മുഖമടച്ച് ഒരടി കൊടുത്തു. അപ്പോഴേക്ക് സീമ വന്ന് മകളെ പിടിച്ചു മാറ്റി. ഷാജു ഭാര്യയെയും മകളെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ആ വീട്ടിലേക്ക് മറ്റൊരു പോലീസ് വാഹനം വന്നു. ആ വാഹനത്തിൽ ശ്യാമിനെ പോലീസ് പിടിച്ചുകൊണ്ട് വന്നതാണ്. ശ്യാമിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് SI ചോദിച്ചു. എന്തിനാടാ നീ വീഡിയോ എടുക്കാൻ പറഞ്ഞ് നയനയെ ഭീഷണിപ്പെടുത്തിയത്? ഭയന്ന് വിറച്ചുകൊണ്ട് ശ്യാം പറഞ്ഞു. ആ നഗ്ന വീഡിയോ കാണിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാനാണ് സാർ. ഇവനെ വണ്ടിയിൽ കയറ്റ്, SI കോൺസ്റ്റബിൾമാരോട് പറഞ്ഞു. മോളെ, ഇവനെ പോലെയുള്ളവന്മാരെ പ്രണയിച്ച് മാതാപിതാക്കൾ അറിയാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും കൂടെ കിടന്നും ഫോട്ടോകളും സെൽഫികളും എടുക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവർ ചെന്ന് വിടുന്നത് ഇതുപോലെയുള്ള ചതിക്കുഴിയിലാണെന്ന് ഇനിയെങ്കിലും ഓർക്കണം. ഇത്രയും പറഞ്ഞ് SI ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നയന വിതുമ്പിക്കരഞ്ഞു. ശ്യാമിനെ കയറ്റിയ പോലീസ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാൻ നേരം ശ്യാമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നിമ്മി എന്നാണ് പേരെഴുതി കാണിച്ചത്. SI ആ കോൾ അറ്റൻഡ് ചെയ്തു സ്പീക്കർ ഫോണിലിട്ടു. ശ്യാം, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വരണം. എൻ്റെ അമ്മ കുളിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എവിടെയാടാ നിമ്മിയുടെ വീട്? SI അലറിക്കൊണ്ട് ചോദിച്ചു. ശ്യാം ഭയന്ന് വിറച്ച് നിമ്മിയുടെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ആ പോലീസ് വാഹനം നിമ്മിയുടെ വീടിന് ലക്ഷ്യമാക്കി പാഞ്ഞു. നിമ്മിയുടെ വീട് എത്തുന്നതിന് മുൻപേ ശ്യാമിൻ്റെ ഫോണിലേക്ക് മറ്റ് 2 പെൺകുട്ടികളുടെ കൂടി കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.